899 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ വന്നിട്ട് ഇപ്പോൾ 1099 രൂപ എന്ന നോർമൽ റേറ്റിലെത്തിയ ബോൾട്ടിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇയർബഡ് ഉണ്ട് W20. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗ് ആൻഡ് ഓവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. എന്തായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുവാണെങ്കിൽ 1100 രൂപ ബജറ്റിൽ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ W20 വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ മനസ്സിലാകുന്നതാണ്. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന ഈ ഒരു W20 നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിലുള്ള DeepZStore വന്നാൽ അവിടെ നിന്ന് ഞാൻ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലാണ് വാങ്ങിച്ചത്, അതിനേക്കാളും കാശ് കുറച്ചിട്ട് അങ്ങോട്ട് കിട്ടുന്നതാണ്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ മറ്റൊരു കാര്യം, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോൾട്ട് W20. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈൻ ആണ്, കോമ്പാക്റ്റ് ആണ്, മാറ്റ് ഫിനിഷ് ആണ്. മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ക്രാച്ച് ആയി പോകേണ്ട ചാൻസ് വളരെ കുറവാണ്. കൂടുതൽ ലൈറ്റ് വെയിറ്റും ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പോക്കറ്റിൽ അല്ലെങ്കിൽ കയ്യിലൊക്കെ വെച്ചാൽ പോലും ഇത് അങ്ങോട്ട് കയ്യിലിരിക്കുന്നു അല്ലെങ്കിൽ പോക്കറ്റിൽ കിടക്കുന്നു എന്നുള്ളൊരു ഫീൽ ഒന്നും ഉണ്ടാവത്തില്ല. ബോൾട്ടിന്റെ ലോഗോ ഫ്രണ്ടിലുണ്ട്, തൊട്ടടിയിലായിട്ട് 4 LED ഇൻഡിക്കേറ്റർ ഉണ്ട്. 25, 50, 75, 100 എന്നിങ്ങനെ കേസിന്റെ ബാറ്ററി ലെവൽ അറിയിക്കാനാണ് ഈ ഒരു LED ഇൻഡിക്കേറ്റർ. ഏറ്റവും അടിയിൽ ഒരു ടൈപ്പ് C പോർട്ടും ഉണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, ഒരു പവർ ബാങ്ക് കൂടിയിട്ടുണ്ട്. പക്ഷേ എത്ര mAh ബാറ്ററി കപ്പാസിറ്റി എന്ന് എവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാൽ അപ് ടു 32 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം ഈ ഒരു കേസിന്. കൂടാതെ ടൈപ്പ് C ആയതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചാർജ് ചെയ്താൽ മതി 120 മിനിറ്റ് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ഈ ഒരു കേസിന് ലഭ്യമാകുന്നതാണ്. ഇനി ആ ഒരു ലിഡ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ലിഡ് ക്വാളിറ്റി ഒക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, അതിലൊന്നും വേറെ ഒരു സംശയവും അങ്ങനെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കൊടുക്കുന്ന പൈസയ്ക്ക് വസൂൽ എന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിനകത്ത് ഫ്ലിപ്കാർട്ടിലൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ബ്ലിങ്ക് ആൻഡ് പേ ടെക്നോളജി ഉണ്ടെന്നുള്ളതാണ്. അതായത് നമ്മൾ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഓൾറെഡി ഏത് ഡിവൈസിലാണോ പേരിരിക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ചെയ്യുന്ന ഒരു ടെക്നോളജി. പക്ഷേ ഇവിടെ എൻ്റെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റ് വെച്ചിട്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ആ ഒരു സംഭവം ഇതിനകത്തില്ല. എന്തായാലും നിങ്ങൾ ഈ ഒരു W20 വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അനുഭവം ബ്ലിങ്ക് ആൻഡ് പേ ടെക്നോളജി നിങ്ങളുടെ ഒരു ഇയർബഡിലുണ്ടോ എങ്കിൽ ഉറപ്പായിട്ട് അത് വീഡിയോയുടെ കമന്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ ആണ്. ഞാൻ ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിറ്റി പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോട്ട് Earbuds 10 എവിടെയൊക്കെയോ മിന്നി മറയുന്നു എന്നുള്ളത് ഈ ഒരു W20 ഡിറ്റോ 101 അല്ലാണ്ട് വേറെ ഒന്നും അല്ല കേട്ടോ. ബോൾട്ടിന്റെ ലോഗോ പറയിലുണ്ട്, അതുപോലെ തന്നെ LED ഇൻഡിക്കേറ്റർ ആണോ മൈക്ക് ആണോ എന്ന് അറിയത്തില്ല, എന്തായാലും അതും ഇവിടെ ഉണ്ട്. തൊട്ട് മുകളിലായിട്ട് ഒരു ടച്ച് സെൻസേഴ്സും കാണാം. ഓൾമോസ്റ്റ് ഒരു 100% ഗ്ലോസി ഫിനിഷോട് കൂടിയിട്ടാണ് ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുക. 13mm ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ് ഈ രണ്ട് ഇയർബഡിലും വരുന്നത്. കൂടാതെ എത്ര mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട് അല്ലെങ്കിൽ എത്ര മണിക്കൂർ നമുക്ക് സിംഗിൾ പ്ലേ ടൈം കിട്ടുമെന്ന് എവിടെയും തന്നെ കമ്പനി മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാൽ ഉറപ്പായിട്ട് ഒരു 6 to 8 hours ബോൾട്ടിന്റെ സ്വഭാവം വെച്ച് കിട്ടുമെന്നുള്ളൊരു വേറെ സംശയമില്ല. നമ്മളൊരു 60% പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ ടച്ച് സെൻസേഴ്സ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആണ്, അതിലൊന്നും വേറൊരു സംശയമില്ല. എന്നാലും ബേസിക് ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 1 ടാപ്പ് നമ്മളിപ്പോൾ വലുതിലാണെങ്കിലും ഇടതിലാണെങ്കിലും ചെയ്യുവാണെങ്കിൽ മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും പറ്റും. കൂടാതെ ഡബിൾ ടാപ്പ് നമ്മൾ വലുതിൽ ചെയ്യുവാണെങ്കിൽ അതങ്ങോട്ട് നെക്സ്റ്റ് ട്രാക്കിലേക്കും, ഡബിൾ ടാപ്പ് നമ്മൾ ഇടതിൽ ചെയ്യുവാണെങ്കിൽ അതങ്ങോട്ട് പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. കൂടാതെ ട്രിപ്പിൾ ടാപ്പ് നമ്മൾ ചെയ്യുവാണെങ്കിൽ കണ്ട വോളിയം അപ്പ് ആവും, വലുതിൽ ചെയ്യുമ്പോഴത്തേക്ക് ഇടതിൽ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് വോളിയം ഡൗൺ ആവും. കൂടാതെ കോഡ് ടാപ്പ് നമ്മൾ ചെയ്യുവാണെങ്കിൽ അതായത് 4 പ്രാവശ്യം ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള ലോ ലേറ്റൻസി മോഡ് അങ്ങോട്ട് ഓൺ ആവും. വീണ്ടും അതുപോലെ അങ്ങോട്ട് ചെയ്യുമ്പോഴത്തേക്ക് മ്യൂസിക് മോഡ് അങ്ങോട്ട് ഓൺ ആവുന്നതാണ്. അതേപോലെ തന്നെ ടാപ്പ് ആൻഡ് ഹോൾഡ് നമ്മൾ വലുതിലാണെങ്കിലും ഇടതിലാണെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് വോയിസ് അസിസ്റ്റൻസ് അല്ലെങ്കിൽ സിറി കണ്ട വർക്കൗട്ട് ആവുന്നതാണ്. ഇനി വേരിയന്റ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ ചെവിയിൽ ഇരിപ്പുണ്ട്. പാസീവ് നോയിസ് ക്യാൻസലേഷൻ ഒക്കെ തന്നെ നല്ല രീതിക്ക് വർക്കൗട്ട് ആവുന്നുണ്ട് നമ്മുടെ ചെവിയിൽ അങ്ങോട്ട് വെക്കുമ്പോൾ തന്നെ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ പോയിട്ട് നമ്മൾ പാട്ട് കേൾക്കുക, ഒരാൾ സംസാരിക്കുക അല്ലെങ്കിൽ മൂവീസ് കാണുമ്പോഴത്തേക്ക് യാതൊരുവിധ അങ്ങനെ വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവാനായിട്ട് ചാൻസ് വളരെ കുറവാണ്. പിന്നെ റിയൽമിയുടെ ഓൾറെഡി റീസെന്റ് ആയിട്ട് അൺബോക്സ് ചെയ്ത T300 വയ്ക്കുന്ന അത്രയും കംഫർട്ട് ഇല്ലെങ്കിൽ പോലും ഓക്കെ ഒരു കംഫർട്ട് ഫീൽ ആണ് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് കിട്ടിയത്. മിക്കവാറും നിങ്ങൾക്കും ഇതൊക്കെ തന്നെ ആയിരിക്കാം കിട്ടാൻ ചാൻസ് കേട്ടാ. ബ്ലൂടൂത്ത് വേർഷൻ 5.3 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ഉണ്ട്. കൂടാതെ IPX5 ഒരു വാട്ടർ ആൻഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അത്യാവശ്യം ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താലും അങ്ങനെ വലിയ പ്രശ്നങ്ങളെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഇതിൽ SBC AAC കോഡൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 100% പാട്ടിട്ടാൽ പോലും യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവാൻ ചാൻസ് ഇല്ല 99% പാട്ടുകളിൽ. എന്നാൽ ചില പാട്ടുകളിൽ ഡിസ്ട്രാക്ഷൻസ് സംഭവിക്കാം, അത് നമുക്ക് കുറ്റം പറയാനും പറ്റത്തില്ല. ഇതിൽ എനിക്ക് കുറച്ച് കൂടുതലായിട്ട് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ
13mm ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആ കിട്ടുക. അതുപോലെ തന്നെയാണ് നമുക്ക് ആ ഒരു ബേസ് ഡോമിനേറ്റഡ് ആണ്. ബോൾട്ടിൽ പിന്നെ പൊതുവെ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ബേസ് അവർ കുറച്ച് ബോൾട്ടും എല്ലാം തന്നെ ഒരു ബേസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഇമ്പോർട്ടൻസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ബേസും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നോർമൽ പാട്ടുകൾ കേട്ടാൽ പോലും അതിലും ഒരു 90% നമ്മൾ കേൾക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും നല്ല ബേസ് അവിടെയും ഫീൽ ചെയ്യുന്നുണ്ട്. സോ നിങ്ങളൊരു ബേസ് ലവർ ആണെങ്കിൽ, പ്രത്യേകിച്ച് 1000 രൂപയ്ക്കുള്ളിലാണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നതെങ്കിൽ ഉറപ്പായിട്ടും വലിയ രീതിക്കൊന്നും കുറ്റം പറയാൻ പറ്റില്ല. ഓവറോൾ മ്യൂസിക് ക്വാളിറ്റി നല്ലത് തന്നെയാണ്, അതിൽ വേറൊരു സംശയമില്ല. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോൾട്ട് W20 നിന്നും ലഭ്യമാകുന്ന മൈക്ക് ക്വാളിറ്റി ആണ് ഔട്ട്ഡോറിൽ. ഇതിനകത്ത് ഡ്യുവൽ മൈക്ക് DNC ആണ്. അതായത് ഓരോ ഇയർബഡിലും നമുക്ക് ഒറ്റ മൈക്ക് വരെ കാണാൻ പറ്റുള്ളൂ. ഒരു കോളിംഗ് പേർപ്പസിന് വേണ്ടി നമ്മൾ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വർത്ത് ബൈങ് ആകുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇവിടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഇതിലെടുത്ത് പറയേണ്ട മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇതിനകത്ത് ഡ്യുവൽ മാസ്റ്റർ സപ്പോർട്ടാണ്. അതായത് നമുക്ക് അറ്റ് എ ടൈം 2 ഡിവൈസിൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മുടെ 45ms ലോ ലേറ്റൻസി മോഡ് PUBG പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം വർക്കൗട്ട് ആവുമെന്ന് നോക്കാവേ. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ട്രിഗറിന് കൈ എടുക്കുമ്പോഴത്തേക്ക്, സ്പ്രേ ആയിട്ട് കൈ എടുക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം സൗണ്ട് സസ്റ്റെയിൻ ചെയ്യുമെന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പൊടിക്ക് മാത്രമേ ഡിലേ ഉള്ളൂ. സ്ക്രീൻഷോട്ടിൽ അതും അറിയുന്നില്ല അല്ലേ? അത്യാവശ്യം ഡിലേ ഇല്ലാണ്ട് നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ടല്ലേ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളൊരു പ്രോ പ്ലെയർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരു വയേർഡ് ഇയർഫോൺ വെച്ച് കളിക്കുക. കാരണം ബ്ലൂടൂത്ത് ഇയർഫോൺ ആകുമ്പോഴത്തേക്ക് എവിടെയെങ്കിലുമൊക്കെ ചെറിയൊരു ഡിലേ അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും SBC കോഡക്കിലോട്ട് മാറ്റുക ലോ ലേറ്റൻസി മോഡ് ഓൺ ആക്കുമ്പോഴത്തേക്ക്. സോ ആ ഒരു 45ms എന്ന് പറയുമ്പോഴത്തേക്ക് അത് തന്നെ കിട്ടാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഒരു ബോൾട്ട് ഓഡിയോ W20 കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ ഷെയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ബോൾട്ട് ഓഡിയോ W20 നമ്മൾ 900 രൂപയ്ക്കാണ് വന്നത്. എന്നാൽ ഇപ്പോൾ ഇതിന്റെ വില എന്ന് പറയുന്നത് 1100 രൂപയാണ്. 1100 രൂപയ്ക്ക് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകോ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ പറയാൻ പറ്റുള്ളൂ. എന്നാൽ 900 രൂപയ്ക്ക് കിട്ടുവാണെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിച്ചോളൂ, ഒരു കുഴപ്പമില്ല. സ്പെക് വൈസ് ഓക്കെയാണ്. ആകെ ഞാൻ കണ്ടൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലിങ്ക് ആൻഡ് പേ ടെക്നോളജി. അതിനി എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രശ്നമാണോ അതല്ല എല്ലാത്തിലും ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അതർവൈസ് സ്പെക് വൈസ് ഉറപ്പായിട്ടും ബെറ്റർ ആണ് കേട്ടോ. 1100 രൂപയ്ക്ക് വാങ്ങിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ പോലും നമുക്ക് പല പ്രോഡക്റ്റുകളും വേറെ കിട്ടും. അപ്പോൾ അത്രേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ബോൾട്ട് ഓഡിയോ W20 കുറിച്ചിട്ടുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്ന ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.